പരാരിയ എന്ന് പറയുന്ന സ്ഥലം. പരാരിയ ഗ്രാമീണ ബീഹാറിന്റെ ശാന്ത സൗന്ദര്യം. പരാരയിലൂടെയുള്ള ഒരു മനോഹര യാത്ര. എങ്ങോട്ടാണ്? നമ്മൾ പാട്നയിലേക്ക്, ബീഹാറിലെ പാട്നയിലേക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിലിഗുരി, ഡാർജിലിംഗ്, ഗാംഗ്ടോക്ക് ഓൾമോസ്റ്റ് 750 കിലോമീറ്റർ ഓടിയാൽ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നാളെ നമ്മൾ എങ്ങോട്ടാ? നാളെ നമ്മൾ ഒഫീഷ്യലി എൻട്രിങ് ടു സിലിഗുരി, വെസ്റ്റ് ബംഗാളിലേക്ക് കയറും നാളെ. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ബീഹാറിലെ പ്രശസ്തമായ NH 319 ഹൈവേയിലൂടെയാണ്. ബക്സർ ചൗസ സസാരാം എന്ന് പറയുന്ന റോഡാണ്. സസാരാം, ബക്സർ ചൗസ സസാരാം. നമ്മളിവിടെ ബസ് സ്റ്റാൻഡ് കണ്ടു, കുറെ ബസ്സുകൾ കണ്ടു, ഒരു മാർക്കറ്റ് ആയിരുന്നു അവിടെ, ഫിഷും അങ്ങനെയൊക്കെ കിട്ടുന്ന ചെറിയൊരു ടൗൺഷിപ്പ് ആയത്. കണ്ടോ? അതിനകത്തൊരു പശുക്കുട്ടിയാണ്. അല്ലല്ല, പശുക്കുട്ടി. പശുക്കുട്ടി കാണാവോ? കാണാം. ഓട്ടോയ്ക്കാതോ ചെറിയ പശുവിനെ കൊണ്ടുപോകുന്നേ? ഇത് ബീഹാറിലെ ഒരു ചെറിയ തെരുവീതിയാണിത്. ഇതാണ് ബീഹാറിലെ ഒരു തെരുവിലെ കാഴ്ചകളൊക്കെ. റോഡ് സൈഡ് ഇതൊക്കെ വീടുകളും കടകളും ഒക്കെ എല്ലാം ഒരേപോലെയാണ്. ഒത്തിരി ഓണടിച്ച് അതിനകത്ത് ഇങ്ങനെ കയറിക്കാം. ഒരു കഷ്ടി ചെറു 1 കിലോമീറ്റർ ആ ടൗണ് കാണുള്ളൂ. വീണ്ടും ഇതേപോലുള്ള വിജനതകൾ ആരംഭിക്കും. അതായത് വീടുകളെല്ലാം ഗ്യാപ്പായി തുടങ്ങും, കൃഷി സ്ഥലങ്ങളായി തുടങ്ങും. അതുകൊണ്ട് സൈഡിൽ കൂടെയുള്ള കുടിലുകളൊക്കെ ഇരിക്കുന്ന വഴിക്ക് വേസ്റ്റ് കത്തിക്കുന്നുണ്ടോ? ഈ സൈഡ് വഴി മുഴുവൻ റോഡിന്റെ സൈഡിൽ കൊണ്ട് വേസ്റ്റ് തള്ളിയിട്ട് അത് മുഴുവൻ കത്തിക്കുകയാണ്. പ്ലാസ്റ്റിക് അതെന്നാന്ന് വെച്ചാ ശാസ്ത്രീയമായ രീതിയിലൊന്നുമില്ല, ചുമ്മാ വെറുതെ സൈഡിൽ കൊണ്ടിട്ട്. അത് ആ ടൗൺ കഴിഞ്ഞ് അവിടുത്തെ വേസ്റ്റ് എല്ലാം ആയിരിക്കും. അതെ, ആ ചെറിയൊരു ടൗണിലെ വേസ്റ്റ് ആയിരിക്കും ഇവിടെയിട്ട് കത്തിക്കുന്നത്. അത്രയും എന്തുമാത്രം പൊല്യൂട്ടഡ് ആയിരിക്കും. ബക്സർ ടൗണിലെ സ്കൂളാണ് കാണുന്നത്. ഇതിനോട് ചേർന്നൊരു സ്കൂൾ കാണുന്നുണ്ട്. കന്നഡ ഒരു ഗവൺമെന്റ് സ്കൂൾ മാതിരിയുണ്ട്. നമുക്കിനി ഇച്ചിരി വെള്ളം വാങ്ങിക്കണം. വെള്ളം തീർന്നല്ലേ കുടിക്കാൻ? വെള്ളം വേണം. ഭയങ്കര ചൂട് അതിഭയങ്കരമാണ്. ഒരു 40 ഡിഗ്രി അടുത്ത് കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ ഹ്യൂമിഡിറ്റി ഉണ്ട് കേട്ടോ ഇവിടെ. ബീഹാറിൽ വന്നു കഴിഞ്ഞപ്പം പോലെ ഹ്യൂമിഡിറ്റി തുടങ്ങിയത്. കൂടുതലും ഹൈവേയും ട്രക്കുകളും അതുമായി ബന്ധപ്പെട്ടുള്ള ടയർ പഞ്ചർ കടകൾ, ആഡ് ബ്ലൂ, ചായക്കട, ചാണകമാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കത്തിക്കാൻ വേണ്ടിയിട്ട്, തീ കത്തിക്കാനായിട്ടുള്ള ആവശ്യം. അത് ഈ മുന്നേ പുറകോട്ട് പോയ 3 സ്റ്റേറ്റ് കാണുന്നുണ്ട്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, UP. ഈ 3 സ്റ്റേറ്റിലും ഇതേപോലെ തന്നെയാണ് കാണുന്നത്. സൈഡിലെല്ലാം ചാണകം ഇങ്ങനെ ഉണക്കി അട്ടിയടുക്കി വെച്ചിരിക്കുക. ഡ്രൈവർ ബീഹാറിലെ പരാര എന്ന് പറയുന്ന സ്ഥലത്തോടെ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം എത്രയായി? 4 മണിയല്ലേ? 4 മണി.
പരാരിയ എന്ന് പറയുന്ന സ്ഥലം. പരാരിയ ഗ്രാമീണ ബീഹാറിന്റെ ശാന്ത സൗന്ദര്യം, പരാരയിലൂടെയുള്ള ഒരു മനോഹര യാത്ര. എങ്ങോട്ടാണ്? നമ്മൾ പാട്നയിലേക്ക്, ബീഹാറിലെ പാട്നയിലേക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനിയും 122 കിലോമീറ്റർ. 2 മണിക്കൂറത്തെ യാത്രയൊക്കെ കാണിക്കുന്നുള്ളൂ. 6 മണി, ഇപ്പം 4 മണി, ഒരു 7 മണിയാകുമ്പോൾ ഞങ്ങൾ പാട്ന എത്തും. എത്ര ദൂരത്തിലാണ് ആ കൃഷി സ്ഥലങ്ങളെന്ന് നോക്കി. കണ്ണെത്ത നമ്മുടെ കുട്ടനാട്ടിലെ നെൽപ്പാട ശേഖരങ്ങൾ പോലൊന്നുമല്ല ഇതൊക്കെ, അതിൻ്റെയൊക്കെ അപ്പുറമാണ്. ഒരുപാട് ദൂരം, കണ്ണെത്താ ദൂരം ഇങ്ങനെ സ്വർണ്ണ നിറത്തി കിടക്കുക, പരന്ന. ഇതിൻ്റെ എല്ലാം നടുക്കൂടെ കീറി മുറിച്ച ഒരു ഹൈവേ അല്ലേ. പുറത്തിറങ്ങി ഡ്രോൺ എടുക്കാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ അല്ല. പക്ഷെ ഇവിടെ വെയിലൊന്നും മാറിയിട്ട് ഒരു ഗോൾഡൻ ടൈമൊക്കെ വന്നു കഴിയുമ്പോൾ അതെ ഒരാൾക്കൂട്ടം. നാട്ടിലെ ചെറിയ എന്തോ ഒരു തർക്ക വിഷയത്തിലാന്ന് തോന്നുന്നു. പോലീസുകാരൊക്കെ വന്നപ്പോണ്ട്. ഇവിടെ 18 വയസ്സിൽ ലൈസൻസ് ഉള്ളവർക്ക് മാത്രം വണ്ടി ചെക്കപ്പ് ഒന്നും ഇല്ല ഇവിടെ. അതൊക്കെ പഴയ പോലെ തന്നെ, എല്ലായിടത്തെയും പോലെ തന്നെ നിയമം. പക്ഷെ ആൾക്കാരെ നോക്കുന്നില്ലെന്നുള്ളതുകൊണ്ട് ആ മോനൊരു മാക്സിമം 12 വയസ്സ്. അടുത്തൊരു ടൗൺഷിപ്പ് വരുന്നു. അപ്പോൾ നേരെ ബ്രിഡ്ജ് വന്നു. കുറച്ച് വീടുകളും കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടെ വന്നിരിക്കുന്നു. മാത്രമേ ഉള്ളൂ. ചുടുകട്ട കൊണ്ട് കെട്ടിയ ഇങ്ങനെ ഒരു പെട്ടി പോലെയുള്ള തേക്കാത്ത കുറേ കെട്ടിടങ്ങൾ. ഇവിടെ ആൾക്കാർ താമസിക്കുന്നുമുണ്ട്. ചെറിയ ചെറിയ കടകളുമുണ്ട്. റോഡ് കമ്പാരിറ്റീവ്ലി എനിക്കൊന്ന് മധ്യപ്രദേശിനെ വെച്ച് നോക്കുമ്പോൾ റോഡ് വലിയ കുഴപ്പമില്ല. ടാറിങ് ആയതുകൊണ്ട്. എന്നാലും അത്ര പോരാ. പിന്നെ ടാറിങ് സ്മൂത്താണ് ഓടാനായിട്ട്. മധ്യപ്രദേശ് നല്ലപോലെ പാടുപെട്ട് പോയി കേട്ടോ. ഫുൾ സ്ട്രെച്ച് കോൺക്രീറ്റ് റോഡായിരുന്നു. അത് കോൺക്രീറ്റിൻ്റെ ജോയിൻ്റ് വരുന്നിടത്തും എല്ലാം വണ്ടി ഇങ്ങനെ അടിച്ചടിച്ചാണ് ഓടിക്കൊണ്ടിരുന്നത്. ഇച്ചിരി വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ഇവിടുത്തെ ടൗണുകളൊക്കെ ഒന്ന് കാണാം. ചെറിയ ചെറിയ ടൗൺസ്, നമ്മുടെ നാട്ടിൻപുറത്തുള്ള ചെറിയ ചെറിയ ടൗൺസ് ഉണ്ട്. ഭയ്യ പനി ദേ ദോ, കോൾഡ്. दो दे दो, दो हाँ. कितना है? 40. नाम क्या है? वो जगह का नाम क्या है? नया टोला जगदीशपुर. पनीर रखने पड़ा. ജഗദീഷ്പൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ജഗദീഷ്പൂർ വാരണാസി ബീഹാറിന് ഇടയ്ക്കായിട്ട് ഏകദേശം സെൻട്രൽ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് 100 കിലോമീറ്റർ അടുത്താണ് ഉള്ളത്.
ഈ ജംഗ്ഷൻ വഴി ഹൈവേ തിരിഞ്ഞു പോവാണ്. വണ്ടികളുടെയൊക്കെ വർക്ക്ഷോപ്പാണ്. വണ്ടിയൊക്കെ പൊടിക്കാതെ അങ്ങ് പൊതിഞ്ഞു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പൊടിയാ. നമ്മുടെ ഇനിയും അവസാനത്തെ 3 ലൊക്കേഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ പാട്ന എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിലിഗുരി, ഡാർജിലിംഗ്, ഗാംഗ്ടോക്ക് ഓൾമോസ്റ്റ് 750 കിലോമീറ്റർ ഓടിയാൽ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഹായ്, ഇച്ചിരി ചൂട് കുറഞ്ഞെന്ന് തോന്നുന്നു. വെള്ളം കിട്ടി. യെസ്, തരാലോ. പക്ഷേ ഡോറൊന്ന് അടച്ചോട്ടെ. പിടിച്ചോ. ബീഹാറിലെ ചൗരസ്ത ബിഹി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. ട്രാഫിക് ഒരു വലിയൊരു ലോറി ബ്രേക്ക് ഡൗൺ ആയി. ലോറി ബ്രേക്ക് ഡൗൺ ആയി. ഭയങ്കര ട്രാഫിക്. നമ്മുടെ ഡ്രൈവർ ഇതിനെല്ലാം ഇടയിൽ കൂടെ വളരെ കഷ്ടിച്ചാണേലും സാഹസികമായ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ചെറിയൊരു ടൗണിനകത്തൂടെ കട്ട് ചെയ്തിട്ട് ബൈപ്പാസ് കിട്ടുന്നില്ല. ഇവിടെ ബൈപ്പാസ് ഇല്ലായിരുന്നു. ടൗണിനകത്തൂടെ തിരിഞ്ഞ് ഇപ്പൊ അടുത്ത ഹൈവേയിലോട്ട് വീണ്ടും കയറുക. അതെ അതെ അതെ. തൊട്ടപ്പുറത്ത് നമ്മൾ പോയി കയറാൻ പോകുന്നത് 922 ആണ് ഹൈവേ. നമ്മൾ NH 90, 199, 19, 119 ഇതുവഴിയൊക്കെയാണ് നമ്മൾ കയറി വന്നത്. അത് വീണ്ടും കാണുന്നത് വാരണാസി പാട്ന ഹൈവേ ആണ്, 922. അതിലോട്ട് നമ്മൾ കയറുക. നേരെ ചെന്ന രണ്ട് സൈഡ് റോഡെല്ലാം ഇളക്കിയിട്ടിരിക്കുക പണിയാൻ വേണ്ടിയിട്ടേ. അതുകൊണ്ട് തന്നെ റോഡിന് നടുക്ക് വീതിയില്ല. സൈഡിൽ കൂടെ വീടുകളും പശുത്തൊഴുത്തും കച്ചികൾ കൂട്ടി വെച്ചിരിക്കുന്നു. ശാണങ്ങളോടങ്ങി അടുക്കി വെച്ചിരിക്കുന്നു. Right onto National Highway 922. Turn right onto National Highway 922. കയറിയിട്ട് നമ്മൾ ഹൈവേയിലേക്ക് കയറുന്നു. അതിങ്ങോട്ട് തിരിയുക. പോട്ടെ, നല്ല ഹൈവേ ട്ടാ. പോട്ടെ. Continue on National Highway 922 for 22 kilometers. അതെ അതെ, കരിമ്പന. നമ്മുടെ പാലക്കാടൊക്കെ കാണുന്ന പോലത്തെ കരിമ്പനകളാ. കരിമ്പനയും നെൽപ്പാടങ്ങളും. കറക്റ്റ് ഒരു പാലക്കാടിന്റെ ലുക്ക് കേട്ടോ. ഇഷ്ടംപോലെ നിരന്ന് നിൽക്കുക കരിമ്പന. കരിമ്പന, നെല്ല്, ഗോതമ്പ്. സൂര്യൻ ഇങ്ങനെ
സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുക, നല്ല ഗോൾഡൻ അവേഴ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. കുറച്ചുകൂടെ ഒന്ന് വെയിലാറിട്ട് നമുക്ക് ഒരു ഡ്രോൺ ഷൂട്ട് എടുക്കണം. പൊടിയൊക്കെ മാറി നല്ലൊരു സ്ഥലത്ത് വെച്ച്. നല്ല സൺസെറ്റ് ആയി വരുവാണ്. ഇപ്പം ന്യൂ കോളിയാർ ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. ന്യൂ കോളിയാർ ബ്രിഡ്ജ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സോൺ നദിക്ക് കുറുകെ ഉള്ള ഒരു ബ്രിഡ്ജാണ് ഈ ന്യൂ കോളിയാർ ബ്രിഡ്ജ്. നമ്മുടെ ഭാരതപ്പുഴയുടെ ഒക്കെ ടോപ്പിൽ നിൽക്കുന്ന പോലെ ഭയങ്കര വിശാലമായ വീതിക്ക് കിടക്കുന്നൊരു സ്ഥലമാണ്. ഭാരതപ്പുഴയെക്കാളും ഒക്കെ വളരെ വീതി കൂടിയൊരു നദിയാണ് സോൺ നദി. ജസ്റ്റ് ഒരു ബ്രേക്കിന് വേണ്ടിയിട്ട് ഒന്ന് ചവിട്ട് ചെയ്താ, ഡ്രൈവർ ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് നിർത്തിയതാണ്. തൊട്ടപ്പുറത്തൂടെ കണ്ടോ ഒരു റെയിൽവേ റോഡും കൂടെ പോകുന്നുണ്ട്. അതായത് ടോപ്പിൽ അടിയിൽ കൂടെ റോഡും ആ കാണുന്ന ബ്രിഡ്ജ് അടിയിൽ കൂടെ റോഡും മേളിൽ കൂടെ റെയിൽവേ ലൈനുമാണ് പോകുന്നത്. उसको नीचे वाला रोड है, ऊपर रेलवे लाइन है, ऐसा है ना? मंदिर है, मंदिर नीचे स्टोन है। हाँ यहाँ से आता है मंदिरों के। हाँ नहीं वो ब्रिज है ना, वो ब्रिज है. इसका नीचे रोड है, ऊपर रेलवे है, ऐसा है ना? हाँ नीचे स्टोन है, सीधे रोड है, सीधे। हाँ 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 वो ब्रिज के बारे में बात की है, वो ब्रिज. जैसे स्टोन है, हाँ हल्का आगे जाएगा ना तब रोड है। हाँ ഓക്കെ. സോൺ നദിക്ക് കുറേയുള്ള ആ ബ്രിഡ്ജ് അത് ചില ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ഡബിൾ ഡക്കറായിട്ടാണ് അത് പോകുന്ന ആ ബ്രിഡ്ജ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രോൺ വ്യൂ ഒന്ന് എടുത്ത് നോക്കാം. നല്ല സൺസെറ്റ് വരുന്നു. സോൺ നീറുന്നത് ഈ ഓട്ടോയുടെയൊക്കെ പേരുണ്ടോ. താഴെ ഒരു റോഡ് കണ്ടോ, അത് ഈ നദിയിലോട്ട് വന്ന് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടൊരു ഗ്രാമത്തിലേക്കുള്ള റോഡാണ്. ട്രക്കുകാരൊക്കെ ബീഹാർ വണ്ടികളാണ്. ട്രക്കുകാരൊക്കെ ഒതുക്കിയിട്ട് നല്ല വിശ്രമത്തിലാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ടോ നമ്മളും ആ ട്രക്ക് കിടക്കുന്നതുകൊണ്ട് ഇവിടെ ഒതുക്കാൻ എളുപ്പമുണ്ട്, അതുകൊണ്ട് അവിടെ കൊണ്ട് നിർത്തിയത്. ഉണ്ടോ ഗ്രാമപ്രദേശത്തിൽ കൂടെ ആൾക്കാരൊക്കെ നടന്ന് വരുന്നു പോകുന്നു. കുറച്ച് സ്ത്രീകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഈ ഗ്രാമത്തിൽ നിന്ന് ആൾക്കാരൊന്നും ഈ ഹൈവേയിലോട്ട് വന്ന് കയറണമെങ്കിൽ ഒരുപാട് ഓടേണ്ട വരുവേ. അപ്പോൾ അവർ ചെയ്യുന്ന മിക്കവാറും ഇതിലെയൊക്കെ നേരെ പോയിട്ട് ക്രോസ് ചെയ്യാനായിട്ട് ചെറിയ പാസ് കാണും. അതുകൊണ്ട് ഈ റോഡ് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയേക്കുന്നത്. അപ്പുറത്തോട്ടൊക്കെ കണക്ട് ചെയ്തതിന് അടിയിൽ കൂടെ ഒക്കെ റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്. അത് ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് ആ റോഡൊന്നും കാണുകയല്ല. ഇപ്പം നമ്മൾ ബീഹാറിൽ പാട്നയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാട്ന ബീഹാറിൻ്റെ ക്യാപിറ്റലാണ്, ക്യാപിറ്റൽ സിറ്റി. അതെ അതെ. ഇവിടുന്ന് 1 hour. ഇവിടെ നിർത്തിയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, അതുകൊണ്ടോ IIT പാട്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമല്ലേ. ഇത് ആ കാണുന്ന ക്യാമ്പസ് IIT ആണേ. അതുണ്ടോ അവിടെ മുതൽ NH 922-ൻ്റെ സൈഡിലായിട്ടാണ് IIT പാട്ന സ്ഥിതി ചെയ്യുന്നത്. ഇതുകൊണ്ട് ഒരു വലിയൊരു കൃഷി സ്ഥലം, അതിൻ്റെ കുറുകെ മുറിഞ്ഞ് ഒരു ഹൈവേ പോകുന്നു. ഹൈവേ ഭയങ്കരമായിട്ട്
മോശമായി കിടക്കുവാണേ. കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാട്ന ക്യാമ്പസ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ബീഹാർ കാഴ്ച ഇന്നിവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഈവനിങ് ആയി. ഇനിയിപ്പോൾ നാളെ നമ്മളെങ്ങോട്ടാ? നാളെ നമ്മൾ ഒഫീഷ്യലി എൻട്രിങ് ടു സിലിഗുരി, വെസ്റ്റ് ബംഗാളിലേക്ക് കയറും നാളെ. ഏകദേശം 300 കിലോമീറ്ററോളം ഉണ്ട് പാട്ന എന്ന. സോ അപ്പോൾ നാളത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. വീണ്ടും നെക്സ്റ്റ് ഡേ. ബൈ ബൈ. പാട്ന സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭയങ്കര ട്രാഫിക് കൺജഷൻ ആസ് യൂഷ്വൽ ടൗണുകളിലെല്ലാം. ബീഹാറിന്റെ ക്യാപിറ്റലിലൂടെയാണല്ലോ. ഇപ്പോൾ പാട്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളിപ്പോൾ ഒന്ന് ക്രോസ് ചെയ്ത് കയറിയതേ ഉള്ളൂ. In 300 meters, turn left onto New Market Station Road, Patna, Parsa, Siwan Highway. ഇവിടെ അല്ലോ ഇതിന്റെ റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ നടക്കുന്നതായിരിക്കും അല്ലേ? ബസ് Turn left onto New Market Station Road, Electric bus. Patna, Parsa, Electric bus. Siwan Highway. ബീഹാർ അത് KSRTCയുടെ പോലെ പബ്ലിക് ഇതാ ട്രാൻസ്പോർട്ടാ ബീഹാർ. BSRTC. പക്ഷെ ഇത് ഇലക്ട്രിക് വണ്ടി നമ്മുടെ അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ഇലക്ട്രിക് ബസ് ഉണ്ട്, ട്രിവാൻഡ്രത്ത് ടൗണിലുണ്ട്. ആണോ? In 400 meters, at Corporation. Patna Junction, take the second exit. ഹോട്ടൽ ഫോർട്ട്. വിരാട് കോഹ്ലി. അതെ, പരിചയമുള്ള ഒരു മുഖം. അത് നോക്കിയാ ലെഫ്റ്റ് നോക്കി. ടെമ്പിളാ തോന്നുന്നു അല്ലേ? പാട്ന ജംഗ്ഷൻ പുറകെ കാണുന്ന റെയിൽവേ സ്റ്റേഷനാ. ഇത് വലിയൊരു അമ്പലമാണെന്ന് തോന്നുന്നു. Head toward GPO Flyover Circle. In 400 meters, at GPO Flyover Circle, Railway take the station. third exit onto Mithapur Flyover. താഴെയൊക്കെ കുറെ മാർക്കറ്റുകളും വീടുകളും എല്ലാം ഉണ്ട്. അയ്യോ, അപ്പൊ മുംബൈ ഒക്കെ എന്തായിരിക്കും അല്ലേ? അതെ, അതെ. എൻ്റെ അമ്മേ.